ഗുഡ് മോർണിംഗ്. പിന്നെ നമ്മുടെ ഓണം ഫോട്ടോഷൂട്ടിൻ്റെ ദിവസമാണ്. സോ എനിക്കൊരു ബിഹൈൻഡ് ദ സീൻ വീഡിയോ എടുക്കാൻ പറ്റിയാൽ ഐ എം ഏബിൾ ടു കവർ ആൻഡ് ഗെറ്റ് അത്യാവശ്യം ഫുട്ടേജസ് കിട്ടിയാൽ ഞാനൊരു വീഡിയോ ഇടാം. അപ്പോൾ ഇന്ന് ആസ് യൂഷ്വൽ ഇന്ന് നമ്മുടെ മേക്കപ്പൊക്കെ ഇടാൻ അമലയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾക്കിന്ന് ലഞ്ച് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ആ ഷൂട്ടിന് പോകുന്നത്. അപ്പം ഒരു സ്പീഡിലൊരു ലഞ്ച് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു നമ്മൾ എന്നും വെക്കുന്ന നമ്മുടെ കട്ട് പേസ്റ്റായിട്ടുള്ള ഇത് ഗീ റൈസും ചിക്കൻ കറിയും വെക്കാൻ വെച്ചു. പിന്നെ രാവിലെ ഞാൻ ഗീ റൈസ് ആക്കി, ഇപ്പോൾ ചിക്കൻ കറി വെച്ചു. ഓൾമോസ്റ്റ് ഹൻസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പം അമല വന്നിട്ടുണ്ട്. മേലെ സ്റ്റുഡിയോ റൂമിലാണ് മേക്കപ്പ് ഇടുന്നത്. അമ്മൂൻ്റെ ഹെയർ ചെയ്തുകൊണ്ടിരിക്കുന്നു. എൻ്റെ കുട്ടി ഹൻസ് കുട്ടിങ്ങ് വാ ബേബി. ഹൻസു ഇന്ന് ഹൻസു ഫ്രൈഡേ ആണ്. ഈ ഷൂട്ടുള്ളതുകൊണ്ട് കോളേജിൽ പോകാൻ പറ്റിയില്ല. ഹൻസിന് കോളേജ് കട്ട് ചെയ്യണമെന്ന് തീരെ ഇഷ്ടമല്ല. പക്ഷേ ഇതുപോലത്തെ ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കട്ട് ചെയ്യാതിരിക്കാനും പറ്റത്തില്ലല്ലോ. കാരണം ഇന്നായിരുന്നു നമുക്ക് ലൊക്കേഷൻ അവൈലബിൾ, ഫോട്ടോഗ്രാഫർ അവൈലബിൾ. അമലയും നാളെ കഴിഞ്ഞാൽ എവിടെയോ കണ്ണൂർ പോകുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറച്ച് ഡേറ്റ്സ് നോക്കിയപ്പോൾ ഇന്നാണ് കറക്റ്റാണ് കിട്ടിയത്. ലൊക്കേഷനൊക്കെ നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. നമ്മുടെ വില്ലാമയുടെ അടുത്ത ആ സ്ഥലം. അപ്പോൾ അവിടെ കുറച്ച് പൂവിൻ്റെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഞാൻ രാവിലെ ഒന്ന് കുളിച്ചു. ഇതുപോലെയുള്ള ഫോട്ടോഷൂട്ട്സൊക്കെ ഉണ്ടെങ്കിൽ രാവിലെ ഒന്ന് തല കുളിക്കും, എന്നാലും മുഖത്തിനൊരു ഐശ്വര്യം കിട്ടും. ഞങ്ങളുടെയൊക്കെ ഡ്രസ്സ് ഒരു പിങ്ക് കോമ്പിനേഷനാണ്. എല്ലാ വർഷവും കഴിഞ്ഞ 2-3 വർഷമായിട്ട് സാരിയായിരുന്നു പിള്ളേരൊക്കെ. സോ ഇത്തവണ നമ്മൾ വിചാരിച്ചു ഒരു സ്കേർട്ട് ആൻഡ് ടോപ്പ് പോലെ പ്ലാൻ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഹൻസിക്കയും ഓസിയും ഷാനിയും ഒന്നും ഹാപ്പിയല്ല. അവർ ചോദിച്ചുകൊണ്ടിരിക്കും ആരുടെ പൊട്ട ഐഡിയ ആയിരുന്നു ഇത് സ്കേർട്ട് ആൻഡ് ടോപ്പ്, നമുക്ക് സാരി മതിയായിരുന്നല്ലോ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞ 2-3 വർഷം നമ്മൾ സാരി അല്ലായിരുന്നു. അപ്പോൾ ഇത്തവണയും അതേപോലൊരു സാരിയും ഒരു ബ്ലൗസ് മാറ്റുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യാം, സംതിങ് ഡിഫറെൻറ്റ് ചെയ്യാം. അപ്പോൾ വീണ്ടും അടുത്ത വർഷം നമുക്ക് വീണ്ടും സാരി പോലെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാമല്ലോ എന്നിങ്ങനെ പറഞ്ഞു. ഇനി അറിയത്തില്ല, ഇനി എല്ലാവരും ഡ്രസ്സൊക്കെ ചെയ്ത് വരുമ്പോഴത്തേക്കും അവർ ഒട്ടും പാവാട അവർക്ക് താല്പര്യമില്ലായിരുന്നു. ഹൻസിക്ക് പറയും നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ അല്ലേ പാവാട ഇടണം, വലുതായിട്ട് എന്തിനാണ് പാവാട ഇടണം. ഞാൻ പറഞ്ഞു നിങ്ങൾ ഇത്രയും വലുതായി, അമ്മക്ക് ഇത്രയും വലുതായി, ഇപ്പോൾ ഒരു പാവാട ഇട്ടില്ലെങ്കിൽ ഇനി അടുത്തൊന്നും കുറച്ചുകൂടി വലുതായി പിന്നെ പാവാടയൊന്നും ചെയ്തതുകൂടിയില്ലല്ലോ. അങ്ങനെയാണ് ഒരു പാവാട പ്ലാൻ ചെയ്തേക്കുന്നത്. അവസാനം എല്ലാവരും വിട്ടു വരുമ്പോൾ എങ്ങനെ ഇരിക്കും എന്ന് അറിഞ്ഞുകൂടാ. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ. നമ്മുടെ ചിക്കൻ കറി എന്തായെന്ന് പോയി നോക്കാം. ഞാൻ ഇനി ചിക്കൻ കറിയുടെ റെസിപ്പി കാണിച്ച് നിങ്ങളെന്നെ കൊല്ലുമല്ലേ. പക്ഷേ ഇന്നത്തെ ചിക്കൻ കറി ഇന്നാളത്തെ ഇച്ചിരി വ്യത്യാസമായിട്ടാണ് വെച്ചേക്കട്ടെ. ഇന്നത്തെ ചിക്കൻ കറി കാണാൻ നല്ല ഗ്ലാമറായിട്ടുണ്ട്. അത്യാവശ്യം ഞാൻ കുറച്ച് ഗ്രേവി ഇഷ്ടം പോലെ വെക്കുക. എല്ലാവർക്കും ഗീ റൈസൊക്കെ എടുക്കുമ്പോൾ കുറേ കോരി ഒഴിച്ചെടുക്കാൻ വലിയ ഇഷ്ടമാണ്. ചിക്കൻ കറി കണ്ടിട്ട് കുഴപ്പമില്ല എന്ന് തോന്നുന്നു. വാട്ട് ബേബി കം ഈ ബേബി കുറച്ചുകൂടെ കഴിയുമ്പോൾ ബേബി അങ്ങോട്ട് പോകും. ചിക്കൻ കറി എന്തായാലും നോക്കാം. ഹാഫ് മേക്കപ്പായി, ഇനി ഭക്ഷണം കഴിക്കാൻ പോവാം. എൻ്റെ ഫോൺ വെച്ചിട്ട് എന്താ എടുക്കാത്ത? ബാക്കിലിട്ടാൽ അത് പിന്നെ തന്നെ ലൂസണപ്പ് ആയിക്കോട്ടെ. അമ്മൂന് വേണ്ടി കെട്ടിയ പൂവും കൊണ്ട് ഹൻസ് പോയി. അപ്പോൾ ഞാൻ അടുത്ത ചെയ്യണം. എനിക്ക് പെട്ടെന്ന് കഴിയും. എനിക്ക് ജസ്റ്റ് നോർമൽ ഹെയർ സ്റ്റൈൽ. നീ കുറച്ച് ഏസിയിലിരി. അവിടെ വല്ല അടുക്കുണ്ടോ നോക്കട്ടെ. എന്തിനു വെറുതെ 10 പേരുടെ നിൽക്കാൻ കണ്ണൊക്കെ മോള് എത്ര പിങ്ക് കൂടുതൽ വയ്ക്കുന്നുണ്ടല്ലേ? 3 പിങ്ക്. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ചൊരു ഡിഫൈൻഡ്
ഒരുപാട് വേണ്ട, ബോറായി. ഇതൊന്ന് കണ്ണ് കാണിച്ചു. ക്ലോസിൽ നോക്കിട്ടോ, ഈ കണ്ണ് നോക്കുക, വലത്തെ കണ്ണ്. ഇത്ര മതിയോ? ലെങ്തും തിക്നെസ് നമുക്ക് കൂട്ടാം. മതി. ഒരു ശക്കര കൂടെ വേണമെങ്കിൽ തിക്നെസ് കൂട്ടാം. എന്ത് വെച്ചിടുന്നേ? ഞാൻ ഐ ജെല്ല് വെച്ചിടുന്നത്. അതാകുമ്പോൾ എനിക്ക് ബ്രഷ് വെച്ച് സ്മഡ്ജ് ചെയ്യാം അല്ലേ? കറക്റ്റായിട്ട് ഡിഫൈൻ ചെയ്യാൻ പറ്റും. സ്വന്തം കണ്ണിലാണെങ്കിൽ നമുക്ക് ഐ പെൻസിലും ലൈനർ പെനൊക്കെ ഉപയോഗിക്കാം. വേറെ ഇട്ട് കൊടുക്കാം ബ്രഷ്. ഞാൻ എൻ്റെ മുടി കെട്ടിക്കഴിഞ്ഞു. അപ്പം ഞാനൊന്ന് പൂ കെട്ടാൻ ഇവരെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇന്നത്തെ ഷൂട്ടിൽ ഞാനൊരു ഭാഗമല്ലായിരുന്നെങ്കിൽ ഞാൻ വളരെ ഹാപ്പി ആയിട്ട് ഇവിടെ ഇരുന്നു പൂവെല്ലാം കെട്ടി. എനിക്ക് സത്യമായിട്ടും ഫോട്ടോഷൂട്ട്സൊക്കെ നടക്കുമ്പോൾ അതിൽ ഫോട്ടോയിൽ നിൽക്കുന്ന ആളല്ലാതെ കൂടെ നിൽക്കുന്ന ഒരാളായിട്ട് ഇരിക്കാനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ അതാണ് എൻജോയ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനത്തെ പണിയൊക്കെ ചെയ്തു, ബിഹൈൻഡ് ദ സീൻ വീഡിയോ ഒക്കെ എടുത്ത് ഇവരുടെയൊക്കെ കൂടെ. അതാണ് എനിക്കിഷ്ടം. അതല്ലേ ഓസിക്ക് ഇഷ്ടം? ഓസിക്ക് അതൊക്കെ ഇഷ്ടം. എനിക്ക് ഓസി നീ ഇപ്പോൾ ഫോട്ടോഷൂട്ട്സിന് പോകുമ്പോൾ എന്നെ വിളിക്കാറേ ഇല്ല കേട്ടോ. ഞാൻ എവിടെയാണ് ഫോട്ടോഷൂട്ടിന് പോകുന്നതും കൂടെ ഒന്ന് പറഞ്ഞെങ്കിൽ ഞാനും കൂടെ നെക്സ്റ്റ് ഫോട്ടോഷൂട്ടിന് പോകുമ്പോൾ എന്നെ വിളിക്കും. ആകെപ്പാട് എൻ്റെ ഓഫീസിലാണ് ഞാൻ കുത്തിയിരുന്നത്. എൻ്റെ കുറച്ച് ജൂവലറി ഫോട്ടോ എടുക്കുന്നത്. അതാണ് ഞാൻ എവിടെ പോകുന്നു. എനിക്ക് ഫോട്ടോഷൂട്ട്സിനൊക്കെ ഇങ്ങനെ കൂടെ പോയിട്ട് ഒരു അസിസ്റ്റന്റ് പണി ചെയ്യാൻ ഇത് എൻ്റെ മുടി തന്നെയാണല്ലേ? ഞാൻ വേറെ ആരെങ്കിലും ഇത് മതി കൂടെ മുടി കെട്ടാറുണ്ട്. ഇതൊരു ഓപ്ഷൻ. എന്നിട്ട് നമുക്ക് തന്നെയാണെങ്കിൽ തൂക്കിയിടാണെങ്കിൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ വെച്ച് കുക്കിയിടുന്ന പോലെ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇതുപോലും മിസ് ഔട്ടായി പോകരുത് ആ വ്ളോഗിൽ. ഞാൻ ഒന്നും മിസ് ഔട്ട് ഒന്നും ഞാനൊരു കോമഡി ഒക്കെ പറഞ്ഞാൽ അതായത് നിന്റെ കോമഡി എന്നെ കൊണ്ട് കോമഡി റിപ്പീറ്റ് ചെയ്യിപ്പിക്കുമല്ലോ. അപ്പോൾ ഞാൻ എൻ്റെ അടുത്ത് പറയും എനിക്കത് പഴയ ഫ്ലോയിൽ വരില്ല. അപ്പോൾ ഒരു സെക്കൻഡ് പറഞ്ഞാൽ അതേ കോമഡിക്ക് അല്ല എന്റെ ബ്ലോഗിന് വേണ്ടിട്ട് കോമഡി ഒന്ന് റിപ്പീറ്റ് ചെയ്ത് ഇല്ല അതിപ്പോ താമരയുടെ എന്നിട്ട് വേണം ഹൻസിക മോള് വന്ന് എന്നെ അടിക്കാൻ. അല്ല അവളുടെ മുഖം വലുത് അവനെക്കാട്ടി വലുതാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവള് വന്ന് പറയും അതിപ്പോ ഡിലീറ്റ് ചെയ്തോളന്നൊക്കെ പറഞ്ഞു. കഴിഞ്ഞ പ്രാവശ്യത്തെ താമരയുടെ മൊട്ട് കുഞ്ഞു മൊട്ടായിരുന്നു അല്ലേ? ഓസി എന്റെ പൂ എങ്ങനെ വെക്കാൻ പൂ അല്ലെങ്കിൽ മറ്റേ ബേബി ബ്രത്ത് ഇല്ലേ അത് ഇടയിൽ കയറ്റിയാൽ നല്ലതായിരിക്കും. എല്ലാരും വെക്കുന്നെങ്കിൽ ഇടയിൽ ബേബി ബ്രത്ത് വെച്ചിട്ടേ ബാക്കില് നേരത്തെ വെച്ച പോലെ പൂ വെച്ചാൽ അത് ഞാനൊരു ചെമ്പരത്തി വായിക്കും. വേണ്ട ആ ഒരു മാല ഇങ്ങനെ കഴുത്തിൽ അത് ഞാൻ കൃഷ്ണനായിട്ടിരിക്കാം. ശരി കൃഷ്ണൻ. ഓസി കൊള്ളാം കേട്ടോ. ഓസി എൻ്റെ സാരി പിങ്കാണ്, അമ്മുവിൻ്റെയും ഹൻസുവിൻ്റെയും പിങ്കാണ്, ഓസിയുടെയും ഇഷാനിയുടെ പിങ്കും ബ്ലൂ കോമ്പിനേഷനാണ്. വളരെ റെയറായിട്ടാണ് എനിക്ക് സാരി ആരെങ്കിലും ഉടുപ്പിച്ചിരുന്നത്. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്വന്തമായിട്ടാണ് ഉടുക്കാറ്, കുളമായിട്ടാണ് ഉടുക്കാറ്. പ്ലീറ്റ് ചെയ്യണമെന്ന് അറിഞ്ഞൂടെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. Hansu baby, I liked your look. ഇതൊക്കെ കുത്തുന്നു കേട്ടോ. പിന്നെ ഇവിടെ തലവിടെ ഇത്രയും പോരെ കാണുന്നുണ്ട് എന്ന ഓവൻ ഇങ്ങോട്ടല്ലേ ഇതെല്ലാം ഞാൻ കട്ട് ചെയ്താണ്. ഞാൻ മാത്രമല്ലേ മുടി അഴിച്ചിട്ടേക്കുന്നത്, അവൻ കെട്ടി വെച്ചത്. അത് വേണോ? അവിടെ
റെഡി ബേബി ബ്രത്തും കൂടെ കൊള്ളാം കൊള്ളാം. ഇത് കൊള്ളാം ശരി. ഇതും ബേബി ബ്രത്തും കൂടെ കുറച്ച് വരും. റെഡിയായി ഞങ്ങൾ ഷൂട്ടിന് പോകാനായിട്ട് ഇറങ്ങാൻ നിൽക്കുക. ഇത്തവണയും കഴിഞ്ഞ ഓണത്തിനും റീഗൽ ജ്വല്ലറി ആയിരുന്നു നമ്മുടെ ജ്വല്ലറി എല്ലാം ഈ ദിവസത്തേക്ക് വേണ്ടി സ്പോൺസർ ചെയ്തിരുന്നത്. എൻ്റെ ഈ വള നോക്കിയേ, ഇറ്റ്സ് എ വെരി പ്രിറ്റി ബ്യൂട്ടിഫുൾ വള. ഒരു ഡിഫറെൻറ്റ് ഷേപ്പാണ്. കമ്മൽ എനിക്ക് എൻ്റെ ചോയ്സിനുള്ളതൊന്നും പലപ്പോഴും ഇടാൻ പറ്റത്തില്ല. എൻ്റെ ഈ ചെവിക്ക് ചേരുന്നതാണ് ഞാൻ ഒരെണ്ണം അഡ്ജസ്റ്റ് ചെയ്തെടുത്ത്. മാല ഇസ് വെരി ബ്യൂട്ടിഫുൾ. എല്ലാവരുടെയും ജ്വല്ലറി വളരെ 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 മനോഹരമായിട്ടുണ്ട്. ഞാൻ റീഗൽ ജ്വല്ലറി പോയപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് വന്നു എന്ന് പറഞ്ഞ് അവിടെ ഒരാളെ കണ്ട് ഐ വാസ് വെരി ഹാപ്പി. ലോട്ട് ഓഫ് പീപ്പിൾ ടെൽ മീ നീ ഗോ ടു റീഗൽ ജ്വല്ലറി ബിക്കോസ് എൻ്റെ വീഡിയോ കണ്ടിട്ട് they've got a lot of beautiful pieces കേട്ടോ. ശരിക്കും ബ്യൂട്ടിഫുൾ പീസസ്. ഞാൻ പിള്ളേരുടെയൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഷൂട്ട് ചെയ്യാനുള്ള സ്ഥലമൊക്കെ സെറ്റായി. മലയാളി എൽസ ആക്ച്വലി അവിടെ പോകുന്നില്ലെങ്കിലും എൻ്റെ ഫോട്ടോ എടുക്കാൻ താഴെയും പൂവിടാൻ പറഞ്ഞു. നമ്മൾ നിൽക്കുന്ന നമ്മുടെ തല തട്ടാത്ത രീതിയിലാണ് പറഞ്ഞിരുന്നത്. ഓസി അങ്ങനെ പോവല്ലേ. കൊതു കടിക്കുന്നു. ഹായ് ഹായ് സുന്ദരി, ഇങ്ങോട്ട് വന്നേ. ഈ സുന്ദരിയാണ്. രണ്ട് സുന്ദരിമാരും ഇങ്ങോട്ട് വന്നേ. ആ പാവാട ബ്ലൗസ് ക്യൂട്ടായിട്ടുണ്ടല്ലോ. അമ്മയ്ക്ക് നമ്മൾ എല്ലാ വർഷവും പട്ട് പാവാടയിലത്തെ പോലെ അതെ നമുക്ക് അതാണ്. എന്ത് ഫോട്ടോ എടുക്കണം നോക്കും. എങ്ങനെയുണ്ട്? സെൽഫി എടുക്കാം. എന്നിട്ടാ നമ്മുടെ ആർട്ടിൽ എടുക്കാൻ പറ്റില്ല. എന്താ എടുത്തോളൂ. ഓഹോ അടുത്തോട്ട് എടി എടുക്കാതെ ഷുവർ. എന്റെ അങ്ങനെ എടുത്തില്ല. നീ ഇല്ല എൻ്റെ 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 അങ്ങനെ പറഞ്ഞ എടുത്തോ. തലയിൽ എങ്ങനെയാണ് പൂ വെച്ചേക്കണേ? മനസ്സിലായി. ഹോളി കമ്മ്യൂണിയനൊക്കെ പോകുമ്പോൾ എക്സ്ക്യൂസ് മീ മീൻ യാ കിഡ്സ്. ഞാൻ വലുതായി. അല്ല ഒന്ന് ഇട്ടായിരുന്നു. മനസ്സ് എനിക്ക് എടുത്തു. നോക്കട്ടെ നോക്കട്ടെ നോക്കട്ടെ. മനസ്സ് എനിക്ക് എടുത്തു. ഈ ആ താമര മാത്രം എന്താ അങ്ങനെ ഒരു വേഗം 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 പ്ലീസ് പോസ് ഫോർ സിംഗിൾ അത് സ്റ്റാർട്ട് ചെയ്യാം. അത് ഒരുമിച്ചെടുക്കാം.
ഭയങ്കര ഭംഗിയല്ലേ നമുക്ക് ചെയ്തേ ജുംക ഡാൻസ്. ഇരുട്ട് താഴോട്ട് വരുമോ? ഇങ്ങോട്ടോ ഇരുട്ട് ഇവിടെ. ഓക്കെ, രണ്ടുപേരും കൊണ്ട് ചെയ്യും ജുംക ചെയ്. അത് ഷോൾഡർ ബാക്കിലേക്ക് പറഞ്ഞേ 25 വർഷമായി ഞാൻ അറ്റത്താണ്ടിരിക്കുന്ന എല്ലാ പോർട്ടലും നടുക്കിരുന്നോട്ടെ. ഞാൻ എന്ത് 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 25 വർഷമായിട്ട് എല്ലാ പോർട്ടലും അറ്റത്താണ് ഞാൻ. ഇപ്പോഴെങ്കിലും നടുക്കിരുന്നോട്ടെ ഞാൻ. ഓക്കെ, നടക്കിരുന്നു. വാവയ്ക്ക് നടക്കിരിക്കണോ? ഈ വാവ നടുക്കിയിരിക്കണ്ട. ഞാൻ ഇരിക്കാം. ഇരുന്നോളൂ. ആര് വേണം നടുക്കിരിക്കാൻ? ഞാൻ ഇരിക്കണോ? എനിക്ക് കാണിക്കാം.
ആടട്ടെ. ഫോട്ടോ ബാക്കിൽ ഒരു വീഡിയോ. ഓ വീഡിയോ എടുത്തോളൂ. അമ്മയുടെ വ്ളോഗ് എടുത്തോളൂ. എനിക്കൊന്ന് വീട്ടിൽ പോയാൽ മതിയായിരുന്നു. എനിക്ക് 6 മണിക്ക് ക്ലയന്റ് ഉണ്ട്. എനിക്ക് പോണം. എനിക്ക് പോണം. എനിക്ക് ഫുഡ് വേണം. എനിക്ക് വിശക്കുന്നു. ചെറുതായിട്ട് ഞാൻ തള്ളി വിടിങ്ങനെ അമ്മ കാണാൻ വേണ്ടി ഇപ്പൊ കയറിപ്പോയിട്ട് അമ്മ കാണില്ല. അമ്മ ക്യാമറ അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തളർന്നോ? I'm hungry. ഞാനിപ്പോൾ ഇനി ഇവിടുത്തെ കടയിൽ പോയി കഴിക്കണം. എനിക്ക് പോകാൻ ടൈമായിട്ട് ഞാനിവിടെ ചാട്ടമല്ലേ പോണം എന്ന് പറഞ്ഞാൽ നീ എവിടെ പോണ? നീ ഞാൻ പോവാണ്. എനിക്ക് വിശക്കുന്നു. ഞാൻ ബാലൻ ചേട്ടന്റെ കടയിൽ പോകുന്നു. ഏത് ചേട്ടന്റെ? ബാലൻ ചേട്ടന്റെ കട. അതാരാ? കമലം ബാലൻ ചേട്ടന്റെ കട. എവിടെയുള്ള? നല്ല കിട്ടിലും ചിക്കൻ ഫ്രൈ. നീ ഈ വേഷം ഇട്ടാണ് ബാലൻ ചേട്ടന്റെ കടയിൽ പോണേ? എന്റെ ബാലൻ ചേട്ടൻ കയറ്റില്ല എന്നെ വിട്ടു പോയാ. ഞാൻ സ്വർണ്ണമൊക്കെ ഊരി വെച്ചിട്ടല്ലേ പോകും. ഓക്കെ എനിവേസ് അപ്പോൾ ഞാൻ എൻ്റെ സ്വർണ്ണവും തളയും സ്വർണ്ണമൊക്കെ എവിടെ നിന്നാണെന്നൊന്ന് പറ. റീഗൽ ജുവലേഴ്സ് ഞാൻ അതിൻ്റെ പ്രൊമോഷൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. ഇന്നലെ ചെയ്തു. അത് സീൻ വരും. അല്ല അത് ഇതിന് മുന്നേ വരും കേട്ടോ. ഈ വ്ളോഗിന് മുന്നേ വരും. എനിവേസ് അപ്പോൾ ഇതൊക്കെ ഊരി കൊടുത്തിട്ട് ഞാൻ പോട്ടെ. ഇവിടെ ലാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എൻ്റെ എന്തോ ഷോപ്പിംഗ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഞാൻ ഓടുകയാണ്. സോ ഈ കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഓൾസോ ഹാപ്പി ഓണം ടു ഓൾ ഓഫ് യു. താങ്ക് യു ഓൾ ഫോർ ഷോപ്പിംഗ് ഫ്രം മൊബൈലോസി ഓൾ ദ കസ്റ്റമേഴ്സ്. താങ്ക് യു സോ മച്ച്. എന്തോന്നടേ എല്ലാ കസ്റ്റമേഴ്സിനും ഞാൻ ഉള്ളതിന് ആര് താങ്ക് യു പറയും. എങ്ങനെ പറ്റില്ല നിൽക്കാൻ. അതുകൊണ്ട് എങ്ങനെ കാണിക്കാൻ ഓക്കെ കാണിച്ചേ. എനിക്കങ്ങനെ പറ്റില്ല. എനിക്ക് ഇരിക്കാനേ നീ ഇഷാനിയായിട്ട് അഭിനയിക്കാണോ അമ്മോട്ട് അഭിനയിക്കാണോ? രണ്ടുപേരും ഒരേപോലെ അല്ലേ ഇരിക്കുന്നത്. നമുക്ക് രണ്ടൊക്കെ പോസ്റ്റ് ചെയ്യാം. ഇഷാനി അമ്മ നമ്മുടെ അങ്ങനെ ഈ വർഷത്തെ 2023 ഓണം ഫോട്ടോഷൂട്ട് വളരെ നല്ലപോലെ നടന്നു. എല്ലാം നല്ലതായിരുന്നു. ഡെക്കറേഷൻ, ഒരു കുളത്തിൽ നിറച്ച് താമര മുട്ടിടാൻ പറഞ്ഞു. അതെല്ലാം അടിപൊളിയായിട്ട് ചെയ്തു. എല്ലാവരുടെ കോസ്റ്റ്യൂം, ജ്വല്ലറി, എവറിത്തിങ് വാസ് നൈസ്. നോക്കിയേ, ഞാൻ റീഗൽ ജ്വല്ലറിയിൽ തപ്പിയാണ് അധികം വെയിറ്റ് ഇല്ലാത്ത ഒരു കമ്മൽ തപ്പിയെടുത്തത്. കൊള്ളാം അല്ലേ? ഓൾ ദ ജ്വല്ലറി വാസ് നൈസ്. എൻ്റെ ഈ വള നോക്കിയേ, ബ്യൂട്ടിഫുൾ ബാങ്കിൾ നോക്ക്, ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമായി. ഓൾ ദ ജ്വല്ലറി വാസ് ഗുഡ്. എല്ലാവരും ഇട്ട ജ്വല്ലറി അടിപൊളിയായിരുന്നു. ആൻഡ് റീഗൽ ജ്വല്ലറി അവരുടെ പ്രത്യേകത എന്ന് വെച്ചാൽ അവർ ഹോൾസെയിൽ പ്രൈസിലാണ് കൊടുക്കുന്നത് കേട്ടോ. സോ നമ്മൾ നോർമൽ മറ്റ് കടകളിൽ നിന്ന് വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടെ റേറ്റ് കുറച്ചായിരിക്കും അവിടെ കിട്ടുന്നത്. ഇന്നലെയും അവിടെ ഓസിക്ക് ഒരു റീൽ എടുക്കാൻ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അടിപൊളി. ഇന്നലെ ഞങ്ങൾ പോയി ചിങ്ങം 1 അവരുടെ ഫസ്റ്റ് ഇയർ ആനിവേഴ്സറി ആയിരുന്നു. റീഗൽ ട്രിവാൻഡ്രത്ത് വന്നിട്ട് പക്ഷേ എന്തൊരാളായിരുന്നു. അതപ്പോൾ നല്ല ജ്വല്ലറിയാണ് കൊടുക്കുന്നതെങ്കിൽ 1 വർഷമായിട്ടേ ഉള്ളൂ അവരുടെ വന്നിട്ട്. എന്തുമാത്രം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഐ വാസ് ലൈക്ക് ഷോക്ക് ടു സീ. ഇത്രയും ആളോ? ഞാൻ ചോദിച്ചത് എന്താ ഇവിടെ നിങ്ങൾ വല്ലതും ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വല്ലതും കൊടുക്കുവാണോ? ഇത്രയും ആളാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ നല്ല സംഭവങ്ങൾ കൊടുത്താൽ ഇതുപോലെ ഇഷ്ടംപോലെ ആൾ വരും. ദിസ് ചെയിൻ ഓഫ് മൈൻ ഇസ് വെരി പ്രിറ്റി. ഫുൾ റൂബിയൊക്കെ വെച്ചിട്ടുണ്ട്. കമ്മലിലും റൂബിയുണ്ട്.
ദിസ് വള എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും ഇട്ട ജ്വല്ലറി അടിപൊളിയായിരുന്നു. ഹൻസ് കുട്ടൻ്റെ ഞാൻ കാണിച്ചു തരാം. ഹൻസ് ബേബി, ക്യാൻ ഐ സീ യുവർ മാല? ഞാൻ മാല ഓ മാല സോ പ്രിട്ടി. ഞാൻ നെറ്റിച്ചുട്ടി ഫാനാണ്. കമ്മൽ സോ പ്രിട്ടി. ഇഷാനി കുട്ടീസ് മാല, ഐ ജസ്റ്റ് ലവ് ദ പിങ്ക്. ഇഷാനി ഒന്ന് ഇങ്ങോട്ട് തിരിയോടാ. ആ നോക്കിയേ, പിങ്ക് മുത്ത്. ഇഷാനിയുടെ ബ്ലൗസിന് മാച്ചിങ് ആണ്, പിങ്ക് ഉണ്ട്. ആ പൂവിനും മാച്ചിങ്. ഇഷാനിയുടെ വളയും നല്ല ഭംഗിയാണ്. ഷോമിയ ബാംഗിൾസ്, വെരി പ്രിട്ടി, വെരി പ്രിട്ടി. പിടിച്ചിരിക്ക്. ആ പിടിച്ചിരിക്ക്. അല്ലല്ല, തെരിഞ്ഞിടിച്ചാ തെരിഞ്ഞിടിച്ചാ എന്തെല്ലാം തെരിഞ്ഞിടിച്ചാ. അമ്മ ഇനി കണ്ണിന്റെ സിമിലർ സിസ്റ്റേഴ്സ് സെപ്പറേറ്റ് നോക്കാം. കണ്ണ് കണ്ണ് I don't think both of us especially no. When Hansu was born, Ishani was thinking ഇഷാനിക്ക് വേണ്ടി കളിക്കാൻ ഒരു കളിപ്പാട്ടം വന്നു, ജീവനുള്ള കളിപ്പാട്ടം. ആൻഡ് ഷീ ടു എവറി ഡേ ക്രൈ. ജനിച്ച അന്ന് തൊട്ട് ഇഷാനി wanted to carry you. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് എടുക്കണം. ഹൻസ്, ഇഷാനിക്ക് ഓർമ്മയുണ്ടോ കരയുന്നേ? എന്താ പറയാ? എൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ആഗ്രഹമാണ്. എപ്പോഴും ഞാൻ അമ്മ ഗൾഫിലാണല്ലോ, അമ്മ അല്ല. അപ്പം അമ്മ വിളിക്കുമ്പോഴൊക്കെ പറയും ഈ അടുത്ത ഷൂട്ടിന് എന്നെ കൊണ്ടുപോകണം, ഞാൻ നാട്ടിൽ വന്നപ്പോൾ കൊണ്ടുപോകണം. ഈ പ്രാവശ്യം പിള്ളേരെ ഒന്നും കാണണ്ട, അവരുടെ അമ്മയെ കാണണം. ആണല്ലേ? ഓ, എല്ലാ അമ്മയുടെ ഏത് യൂട്യൂബ് വീഡിയോ വന്നാലും ആദ്യം ഞങ്ങളായിരിക്കും വ്യൂവേഴ്സ്. അവിടെ ടി വിയിൽ എപ്പോഴും ഉള്ളതാ. അതേപോലെ ഞങ്ങളുടെ ചേച്ചിയുടെ മക്കൾക്ക് ആകെ അറിയാവുന്ന മെയിനായിട്ട് ലൈക്ക് ബാക്കി സിനിമ നടിമാരൊന്നും വന്നിട്ടില്ല, ഓ, അപ്പൊ അമ്മയോട് എന്റെ പ്രത്യേക അന്വേഷണം പറയണം. വീട്ടിലുള്ള മറ്റു ഇന്ന് വരാൻ പറ്റിയില്ല, വേറൊരു ദിവസം വരുമ്പോ ആന്റിയെ കാണാൻ വരാൻ. ഈ വീഡിയോ കാണുന്നവരുടെ പ്രത്യേകം ശ്രദ്ധിക്കും. നിങ്ങൾ ആദ്യമായിട്ട് അമലയെ കണ്ടത് 1 വർഷം മുമ്പ് നമ്മുടെ ഓണം ഷൂട്ടിന് തന്നായിരിക്കണം. അന്ന് അമലയ്ക്ക് 5000 ഫോളോവേഴ്സ് ആയിരുന്നു ഇൻസ്റ്റഗ്രാമിൽ. പിന്നെ അമല ഇതിനായിട്ട് മറ്റേ വർക്കൊക്കെ ഇട്ടിട്ടിട്ട് അമലയ്ക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് 80,000. എനിക്ക് തന്നെ അതിൽ ഭയങ്കര അഭിമാനം. ഒറ്റ വർഷത്തില്, because she's so dedicated and she's so good. Work is too good. പിന്നെ ഭയങ്കര കറക്റ്റ്, നന്നായിട്ട് ആണ് ഇപ്പൊ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതും. കറക്റ്റ് പോസ്റ്റുകളൊക്കെ ഇടാറുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു അമലയുടെ കൂടെ ഒരിക്കൽ വർക്ക് ചെയ്താൽ ആർക്കും അമലയുടെ കൂടെ വീണ്ടും 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 വർക്ക് ചെയ്യണമെന്ന് തോന്നും. കാരണം വളരെ അമലയുടെ കൂടെ ഉള്ളത് ഈ കുട്ടികളും എല്ലാരും വളരെ സപ്പോർട്ട്. എത്രയൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പറഞ്ഞാലും ആ ഒരു പുഷ് ഏതൊരു ആർട്ടിസ്റ്റിനാണെങ്കിലും ഇമ്പോർട്ടന്റ്. പക്ഷെ ആ പുഷ് തന്നത് ഈ ഫാമിലി. അത് ഐ ഹാവ് ടു ബി, ഐ എം ഓൾവേസ് ഗ്രേറ്റ്ഫുൾ. ഞാൻ ഇപ്പോഴും അങ്ങനെ ഒരാളെ എനിക്ക് ഒരു പുഷ് തരാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുക. ആരെങ്കിലും വരൂ, എന്നെ ഒന്ന്, ഞാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതെ, ആരെങ്കിലും ഒന്ന് വന്ന് എനിക്കൊരു പുഷ് തരൂ ഈ വർഷം. അപ്പൊ അമലയ്ക്ക് ഇതുപോലെ നിറയെ വർക്കൊക്കെ കിട്ടുന്നതിന് വി ആർ ലൈക്ക് വെരി ഹാപ്പി ടു സീ യു ഗ്രോ. വി ആർ റിയലി ഹാപ്പി. ഐ വോണ്ട്, ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് മെലിങ്ങിട്ട് ഐ റിയലി വോണ്ട് ടു ഡു എ പ്രോപ്പർ ഫോട്ടോഷൂട്ട്. യുനോ, അമ്മയ്ക്ക് പ്രോപ്പർ ആയിട്ട് മേക്കപ്പ് ഒക്കെ ചെയ്തൊരു ഷൂട്ട്, അഭിജിത്തിനെ വെച്ച് പ്രോപ്പർ പട്ടുസാരിയൊക്കെ കൊടുത്ത് ലൈക്ക് അമ്മ ഒരു 10 kg ഇപ്പോഴത്തെ ആക്ച്വലി കുറയ്ക്കണം. ഇതൊന്നും ബ്ലോഗിൽ അല്ല, അമ്മ ഒന്ന് മെലിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ നമ്മുടെ ഷൂട്ടെല്ലാം കഴിഞ്ഞു, പോകാൻ സമയമായി. ഇനി ജ്വല്ലറി എല്ലാം ഊരിക്കൊടുക്കട്ടെ. അപ്പോൾ നമ്മുടെ ഈ വർഷത്തെ ഓണം വീഡിയോ ഷൂട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഇങ്ങോട്ട് ലൈറ്റ് ഇല്ല, ഇങ്ങോട്ടാണ് ലൈറ്റ്. സോ വീണ്ടും നമുക്ക് ഏതെങ്കിലും അടിപൊളി വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ ടേക്ക് കെയർ.